തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് വീണ്ടും തിരിച്ചടി. ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. ശിക്ഷാവിധിയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പുചേരുന്നു. രേഷ്മ, അങ്ങനെ ഹൈക്കോടതിയും തള്ളുന്നു. ആന്റണി രാജു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാവില്ല. വിവരങ്ങൾ. കൃഷ്ണരാജ്, തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള ആന്റണി രാജുവിന്റെ മോഹമൊക്കെ പൊലിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതിയും ഈ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. നേരത്തെ സെഷൻസ് കോടതിയും തള്ളിയിരുന്നു. ഈ കുറ്റക്കാരനെന്ന് വിധിച്ച വിധിയും അതോടൊപ്പം തന്നെ ശിക്ഷാവിധിയും അത് മരവിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തിന്മേൽ ഹൈക്കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. ഒപ്പം തന്നെ സെഷൻസ് കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്ന ഒന്നാണ്. സെൻട്രൽ സീറ്റിൽ മത്സരിക്കാമെന്നുള്ള ഒരു മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. വളരെ വലിയ രീതിയിൽ വാദം കേട്ട ഒരു കേസായിരുന്നു. സംസ്ഥാന സർക്കാർ അടക്കം ഈ ഒരു ഹർജിന്മേൽ തുറന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. അതായത് സർക്കാർ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ്. അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ മറുപടി സത്യാമൂലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. സർക്കാരിന്റെ വാദങ്ങളും ഒപ്പം തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ ഇടപെടാനായിട്ട് തക്ക കാരണങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് ആന്റണി രാജുവിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. 1990 കാലഘട്ടത്തിലാണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള വ്യക്തി മയക്കുമരുന്നുമായിട്ട് പിടികൂടപ്പെടുന്നു. ആ കേസിൽ അന്നത്തെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടത്തി എന്നുള്ളതായിരുന്നു ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം. എന്തായാലും സെഷൻസ് കോടതി നേരത്തെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം, ആന്റണി രാജുവിന്റെ ആവശ്യം തള്ളിയിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, എന്ത് കാരണത്താലാണ് ആന്റണി രാജുവിന്റെ ആവശ്യവും ഹർജിയും തള്ളിയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ വിധി പകർപ്പ് ലഭിക്കണം. വൈകുന്നേരത്തോടുകൂടി വിധി പകർപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും തിരുവനന്തപുരം സെൻട്രലിൽ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള അയോഗ്യത ഇപ്പോഴും നിലനിൽക്കും. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിൽ കൂടുതലോ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയോഗ്യത കൽപ്പിക്കപ്പെടും. ഇതായിരുന്നു ആന്റണി രാജുവിന് ലഭിച്ച അയോഗ്യത. എന്തായാലും ആ യോഗ്യത നീങ്ങണമെങ്കിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ കുറ്റക്കാരെന്നുള്ള വിധിയും മരവിപ്പിക്കണമായിരുന്നു. പക്ഷേ ആ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നിരാകരിച്ചിരിക്കുകയാണ്. ആന്റണി രാജുവിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കൃഷ്ണരാജ്. ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. വിധി മരവിപ്പിക്കണമെന്ന ഹർജി അപ്പീൽ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല. ഏതായാലും ആന്റണി രാജു ഒരുപക്ഷെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നുവെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കും എന്ന വാർത്തകൾ സജീവമായിരുന്നു. ഇതിപ്പോൾ ഒരുപക്ഷെ UDF നിന്ന് CP ജോണാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പാകുന്നുണ്ട്. മറുവശത്ത് ആന്റണി രാജു വീണ്ടും മത്സരിക്കാൻ ഇടയുണ്ട് എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഹൈക്കോടതി പരിഗണിച്ചില്ല. ആന്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവില്ല എന്ന വാർത്ത തന്നെ പുറത്തു വരികയാണ്.